ഗൈസ്, 9ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പ്രിസം അഥവാ സ്തംഭങ്ങൾ. ആ പ്രിസത്തിലെ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭങ്ങൾ. എന്താ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളതാണ്. നമ്മൾ സ്തംഭങ്ങളെ പറ്റി അല്ലെങ്കിൽ പ്രിസത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ബേസ് ഇവിടെ നമ്മൾ താഴെ വെക്കുന്ന ഈ ഭാഗവും മുകളിലുള്ള ഈ ഭാഗവും അത് രണ്ടും ഒരേ ഷേപ്പിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, സിലിണ്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് താഴെയുള്ളത് സർക്കുലാർ ഷേപ്പിലായിരിക്കും, മുകളിലുള്ളതും സർക്കുലാർ ഷേപ്പിലായിരിക്കും. ഒരേ സർക്കിളാണ് ഇവിടെ മുകളിലും താഴത്തും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ഷേപ്പിന് നമ്മൾ പറയുന്ന പേരാണ് വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ. ഇനി നോക്കിക്കോ, ഇതിൽ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഇതാണ് അതിന്റെ റേഡിയസ്, ആർ എന്ന് പറയുന്ന റേഡിയസ്, അതായത് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ലൈനും ഈസിയാ. ഇത് മുകൾ മുതൽ താഴത്ത് വരെ വരയ്ക്കുന്ന ഇതാണ് അതിന്റെ ഹൈറ്റ് എച്ച്. റേഡിയസിന് നമ്മൾ ആർ എന്നാണ് കൊടുക്കുക. ഈ താഴെയുള്ള ഈ ഭാഗവും മുകളിലുള്ള ഈ ഭാഗവും സർക്കുലാർ ബേസുകളാണ്. ഈസി. ആൻഡ് ഈ വളഞ്ഞു കിടക്കുന്ന ഈ ഭാഗമല്ലേ, ഇതിനാണ് കേർവ്ഡ് സർഫസ് എന്ന് പറയാം, അല്ലെങ്കിൽ വക്രതലം അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ്. ഇത്രയും കാര്യങ്ങൾ ഒരു സിലിണ്ടറിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇതിന്റെ വോളിയം, ലാറ്ററൽ സർഫസ്, ടോട്ടൽ സർഫസ് ഏരിയ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നോക്കിക്കടാ, ഫസ്റ്റ് വോളിയം. ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയത്തിന്റെ മലയാളം എന്താ? വ്യാപ്തം. എന്താ വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളളവ്, അതിൽ കൊള്ളുന്ന എന്തെങ്കിലും ഒരു പദാർത്ഥത്തിന്റെ അളവ്. വളരെ സിമ്പിളാ. വോളിയം എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എച്ച്. ഈസി അല്ലേ? പൈ ആർ സ്ക്വയർ എച്ച്. 6 റേഡിയസും ഹൈറ്റ് എച്ചും ആണെങ്കിൽ വോളിയം പൈ ആർ സ്ക്വയർ എച്ച്. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ അല്ലേ? റേഡിയസ് 6 ആണെങ്കിൽ അപ്പോൾ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എച്ച്. ഈസി. അങ്ങനെയാണെങ്കിൽ ഇതാണ് വോളിയം. ഇത് പഠിച്ചു വെക്കുക. റെഡിയാണ്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചേ. ദ ബേസ് റേഡിയസ് ഓഫ് ആൻ അയേൺ സിലിണ്ടർ, അതായത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭത്തിന്റെ പാദത്തിന്റെ ആരം 15 ഉയരം 32. ഇത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ഒരു വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ. ഇത് പാദത്തിന്റെ ആരം റേഡിയസ് R1 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞുതരാം. ഇത് 15ഉം അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് H1 എന്ന് പറയുന്നത് 32 ആന്ന് പറഞ്ഞേ. ഇനി എന്തുകൊണ്ടാണ് ഞാൻ R1 H1 കൊടുത്തതെന്ന് അറിയോ? ഇത് ഉരുക്കിയിട്ട് വേറൊരു സിലിണ്ടർ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ വോളിയം തന്നെ അല്ലേ ഉരുക്കിയാലും ഉണ്ടാവുക. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാ. ഉരുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദ്രാവക രൂപത്തിലുള്ള ഒരു സംഭവം കിട്ടുക. അത് വെച്ചിട്ട് വീണ്ടും ഒരു സിലിണ്ടർ ഉണ്ടാക്കി. ആ സിലിണ്ടറിന്റെ ആരം പറഞ്ഞിട്ടുണ്ട്. ആരം 20 ആണെങ്കിൽ അതിന്റെ ഉയരം എത്രന്നാ? അതായത് ഇതിന്റെ ആരം, രണ്ടാമത്തതിന്റെ ആരം റേഡിയസ് എന്ന് പറഞ്ഞാൽ 20, അതിന്റെ ഹൈറ്റ് നമുക്കറിയില്ല. ഈ H2 ആണ് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നോക്കിക്കടാ, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഉരുക്കിയിട്ടാണ് ഈ സിലിണ്ടർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന്റെ അതേ വോളിയം തന്നെയല്ലേ ഇതിനും വരിക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇതിന്റെ വോളിയത്തിന് ഞാൻ V1 എന്നും ഇതിന്റെ വോളിയത്തിന് ഞാൻ V2 എന്നും കൊടുത്തു. അപ്പോൾ V1ഉം V2 ആക്ച്വലി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എച്ച്. ശരിയല്ലേ? പൈ ആർ സ്ക്വയർ എച്ച്. പക്ഷെ ആദ്യത്തതിൻ്റെ R1ഉം ആദ്യത്തതിന്റെ ഹൈറ്റ് H1 അങ്ങനെയാണ്. രണ്ടാമത്തതിന്റെ എന്താ? പൈ R2 സ്ക്വയർ H2 എന്ന് കൊടുക്കണ്ടേ? പൈ ആർ സ്ക്വയർ എച്ച് എന്ന് കൊടുത്താൽ മതിയോ? പോരാ. ഇനി നോക്കിക്കോ, അളവുകളൊക്കെ അറിയാം. ഇവിടെ 15 H1 32. അപ്പൊ നോക്ക്, പൈ ഇൻറ്റു 15ന്റെ സ്ക്വയർ അല്ലേ ഇൻറ്റു H1 എന്ന് പറഞ്ഞാൽ 32 ഈക്വൽ ടു പൈ ഇൻറ്റു R2 നിങ്ങൾക്ക് അറിയാം 20. അപ്പൊ നോക്ക്, 20ന്റെ സ്ക്വയർ ഇൻറ്റു H2. ഈ H2 ആണ് കണ്ടെത്തേണ്ടത്. ഇനി ഈസി ആട്ടോ. നോക്കിക്കേ, ഇവിടുന്ന് ഈ പയ്യും ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടതേ ഈ H2 ആ H2 അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നോ. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്ക്, 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 15 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 20ന്റെ സ്ക്വയർ അല്ലേ, വിച്ച് മീൻസ് 20 ഇൻറ്റു 20 എന്ന് അവിടെ വരാം. കറക്റ്റ് അല്ലേ? നോക്കിക്കേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഒരു പ്രശ്നമില്ല സാർ, സിമ്പിളാണ്. ഇതാണ് നിങ്ങളുടെ H2 എന്ന് പറയുന്നത്. ഞാൻ ഇനി ഇതൊന്ന് ക്യാൻസൽ ചെയ്യാൻ പോവാം. H2 ഈക്വൽ ടു 15 ഇൻറ്റു 15 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20. നോക്കിക്കേ, ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 15ൽ 5 3 തവണ, 20ൽ 5 4 തവണ. ഓക്കെ, അത് കിട്ടി. 15ൽ 5 3 തവണ, 20ൽ 5 4 തവണ, അതും കിട്ടി. ഇനി നോക്കിക്കോ, ഇപ്പം നിങ്ങളുടെ ആൻസർ ഇങ്ങനെയുള്ളത് 3 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 16 ആണല്ലോ. കറക്റ്റ് അല്ലേ? 16 32 ക്യാൻസൽ ചെയ്യാം. 32 ബൈ 16 എന്ന് പറഞ്ഞാൽ 2. അങ്ങനെയാണ്. നോക്ക്, നിങ്ങളുടെ ഹൈറ്റ് ഇവിടുന്ന് തന്നെ കിട്ടിയടാ. ഹൈറ്റ് കിട്ടി. ഹൈറ്റ് എത്ര നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഹൈറ്റും കിട്ടി. H2 എന്ന് പറയുന്നത് ഇപ്പം എത്ര നോക്കിക്കേ, 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 2 18. അപ്പോൾ 9 ഇൻറ്റു 2 18 സെന്റിമീറ്റർ ആയിരിക്കും നിങ്ങളുടെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വോളിയം എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ ചോദ്യം മതി, യാതൊരു ഡൗട്ടും ഇല്ല. എന്താ സാർ വോളിയം? പൈ ആർ സ്ക്വയർ എച്ച്. ഇതന്നെ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. റെഡിയാണ്. ഇനി അടുത്തതട വളരെ സിമ്പിളായിട്ട് സർഫസ് ഏരിയ. എന്താ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ?
ഉപരിതല പരപ്പളവ്. അപ്പൊ സർഫസ് ഏരിയ കണ്ടെത്തണമെങ്കിൽ എടാ വളരെ ഈസിയാണ്. സർഫസ് ഏരിയ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ബേസ് ഏരിയ എത്ര ബേസ് ഉണ്ട്? ഒരു ബേസ് ആണുള്ളത്? അല്ല, 2 ബേസ് ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു ബേസ് ഏരിയ. ഒരു ബേസ് അല്ല, 2 ബേസ് ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു ബേസ് ഏരിയ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ, അതായത് വളഞ്ഞ ഭാഗത്തിന്റെ ഏരിയ. അത് രണ്ടും കൂടി കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അതായത് നോക്കിക്കേ, 2 ഇൻറ്റു പാദപരപ്പളവ്, 2 ഇൻറ്റു പാദപരപ്പളവ് പ്ലസ് വക്രതല പരപ്പളവ്. ഇത് ടോട്ടൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആകെ ഉപരിതല പരപ്പളവ് കിട്ടും. അതെങ്ങനെയാ സാറേ? ഒരു പാദം ഇവിടെ ഉണ്ട്, ഒരു പാദം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 2 പാദം, അപ്പൊ 2 പാദത്തിന്റെ പരപ്പളവ് ശരിയാണ്. പിന്നെ ഈ വളഞ്ഞ ഭാഗമല്ലേ, ആ വളഞ്ഞ ഭാഗത്തിന്റെ പരപ്പളവ് വക്രതല പരപ്പളവ്. ഈസിയാ. ഇനി ഇതൊക്കെ എഴുതുന്നത് കാണിച്ചു തരാം. നോക്കിക്കോ, സിമ്പിളായിട്ട് ഇത് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. എടാ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പ് അല്ലേ? അപ്പൊ 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. 2 പൈ ആർ സ്ക്വയർ പ്ലസ് വക്രതല പരപ്പളവ് എങ്ങനെ എഴുതാന്നറിയോ നമ്മൾ? 2 പൈ ആർ എച്ച് എന്നാ. എന്താണ് സാർ? 2 പൈ ആർ എച്ച്. അങ്ങനെയാണ് നിങ്ങളുടെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? 2 പൈ ആർ സ്ക്വയർ പ്ലസ് 2 പൈ ആർ എച്ച്. ഇതും ഇനി നിങ്ങൾ മറക്കരുത്. ഇത് ഇക്വേഷനും, ഈ ഒരു ഇക്വേഷനും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ടോട്ടൽ സർഫസ് ഏരിയ 2 പൈ ആർ സ്ക്വയർ പ്ലസ് 2 പൈ ആർ എച്ച്. എന്താ വക്രതല പരപ്പളവ്? വക്രതല പരപ്പളവാണ് ഈ 2 പൈ ആർ എച്ച് എന്ന് പറയുന്നത്. ആൻഡ് പാദ പരപ്പളവ് എന്താ? അതാണ് പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം കൂടി ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഈസിയാണ്. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം കൂടി ചെയ്യാൻ പറ്റും. സിമ്പിളാ. ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇഫ് ദ ബേസ് റേഡിയസ് ഓഫ് എ സിലിണ്ടർ ഈസ് 3 സെന്റിമീറ്റർ, അതായത് ഒരു സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്, ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്, ദെൻ ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത്? 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ, 2 ഇൻറ്റു ബേസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു പൈ ആർ എച്ച്, അതായത് കേർവ്ഡ് സർഫസ് ഏരിയ. 2 പൈ ആർ എച്ച് ആണ് കേർവ്ഡ് സർഫസ് ഏരിയ. ഇനി വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുത്തേ. 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ, ആർ എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5. അങ്ങനെയാണ് ആൻസർ. എത്രയായിരിക്കും സാറേ? നോക്കിക്കേടാ, 3ന്റെ സ്ക്വയർ 9, 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 18. അപ്പോൾ 18 പൈ പ്ലസ് ഇവിടെ എന്താ വരിക? 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 30 പൈ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഈസി അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സോ ഇതൊന്നും ആഡ് ചെയ്ത് നോക്കിക്കുക. 30 പ്ലസ് 18 48 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ ആയതുകൊണ്ട്. സിമ്പിൾ ആയുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഇക്വേഷനും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഇപ്പം 2 കാര്യങ്ങൾ പറഞ്ഞു. വോളിയം ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ 2 പൈ ആർ സ്ക്വയർ പ്ലസ് 2 പൈ ആർ എച്ച്. അതിൽ കേർവ്ഡ് സർഫസ് ഏരിയ എന്താ? 2 പൈ ആർ എച്ച്. ബേസ് സർഫസ് ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ. രണ്ടെണ്ണുള്ളത് കൊണ്ട് 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ സിലിണ്ടർ സെറ്റാണ്. വീണ്ടും അടിപൊളി വീഡിയോസുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.